നിങ്ങൾ തിളങ്ങും, നിങ്ങൾ തിളങ്ങാതിരിക്കുക. റംബുട്ടാനേ ഈ മുള്ളാത്തേക്ക് എടാകുടത്ത് വെച്ച പോലെ റംബുട്ടാൻ മുള്ളാത്ത നിൽക്കുന്ന സ്ഥലത്താ അടുപ്പ്. ഞങ്ങള് ചായയൊക്കെ കുടിച്ച് വെച്ച് ചായ കുടിച്ചല്ലേ അവര് വെച്ച് നോക്കി പിന്നെ വെച്ചോ. എന്താ പറയുക, ഗ്യാസ് അടുപ്പ് കൊണ്ടുപോയി വറകിട്ടില്ല ഞങ്ങള്. അപ്പോഴേക്കെന്തിനാ നീക്ക വന്ന്? സമയൊന്നായില്ല, 4 പോയി കിടന്നോ. 2 അവർക്ക് ഉറങ്ങാനുള്ള സമയമുണ്ട് ഇനി. 2 അവർക്ക് ഉറങ്ങാനുള്ള സമയമുണ്ട്. നോക്കാം എന്താ മറ്റേ കൂടെ എനിക്ക് ഉറക്കം വരാണ്ടേ 3 സാറേ കത്തുണ്ടല്ലോ അല്ലേ? ഓ ആദ്യം പാലടേ പരിപ്പ് മതി, പാലട വേണ്ട. പാലട എല്ലാവരും പോയിക്കുന്നുണ്ട്, പരിപ്പ് ആരും വെക്കാത്തത് അല്ലേ? ഇല്ല ശരിയാ. എന്താ അടുപ്പത്തിച്ച അമ്മയെ കൊണ്ട് എന്തെങ്കിലും മോശം വന്ന് അമ്മയെ പറയാലോ. രണ്ടാളും പറയേണ്ടി വരും. അപ്പൊ ധൈര്യമായിട്ട് ചെയ്തോളൂ. അച്ഛനൊക്കെ നീങ്ങി അടുപ്പ് കണ്ടിക്ക് എത്തി. പാട്ട് ആരുടെ ഫോണത്തെ? അമ്പലത്തെ പാട്ടേ. ചില്ലിയൊക്കെ ഒന്നും കൂടി പറഞ്ഞ പോലെ വരും. അതിന് 4 സൈഡിൽ കൂടി ഉണ്ട് അല്ലേ? അതാ അവിടെ കുഴിച്ചിട്ടുണ്ട് ചെടിയായി. അമ്മൂനെ മാത്രം അങ്ങനെ കാണില്ല. അമ്മൂനെ പിന്നെ കാണില്ല. അമ്മ വിരുന്നാരുടെ അവസ്ഥയാണ്. അവളെ കിട്ടില്ല. എന്താ ഇത്ര കാണാനുള്ളത് ചോദിക്കാം. അവള് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ
നോക്കിയിട്ട് ഇടണതേ. നോക്കി പഠിക്കാൻ നിൽക്കാണ്ടി സാറേ അടുത്ത് വന്നിട്ട്. അതെന്തായാലും ഇപ്പം നമ്മൾ അവർ വെക്കുന്നതിൻ്റെ 7 അരികത്ത് കൂടെ വരില്ല. പിന്നെ വെറുതെ നോക്കിയിട്ടൊന്നും കാര്യമില്ല അല്ലേ? വല്ലാണ്ട് പൊന്തണ്ട. ഇന്ന് രാവിലെ 28-ാം തീയതി രാവിലെ 4:30 4:45 5 മണിയായി. 4:30 നമ്മൾ അടുപ്പ് കൂട്ടിയില്ലേ? അതെന്താ വേറൊരു കളറില്ലേ മഞ്ഞ? ആ അതും കൊണ്ടാ. അപ്പൊ നമ്മള് അത് മിൽമ, ഇത് മിൽമാന്ന്. അത് മിൽമ, ഇത് മിൽമ. ആ അങ്ങനെ മനസ്സിലായില്ലേ പറഞ്ഞല്ലേ? അങ്ങനെ ഉണ്ട്. ഓ അത് കേട്ടില്ല. അത് കേട്ടില്ല. അത് കേട്ടില്ല. തുണികൾ ഒരു ചാക്കിൽ തുണികൾ തന്നിരുന്നില്ല, അവിടെ നിന്ന് എടുത്തില്ല? ഞങ്ങൾ നോക്കണ്ടേ. വല്ലാതെ എടുക്കറാവുണ്ടല്ലേ. ആ വലിയ ചെമ്പൊക്കെ വെച്ചപ്പോ എങ്ങനെയാ കൂടെ അങ്ങോട്ട് നടക്ക്? അതിന് ഇത് കൂടെ ഭക്ഷണം ഉണ്ടാക്കുന്നോട്ട് കൂടെ ആരും നടക്കണ്ടേ? നിങ്ങളൊക്കെ എങ്ങനെ വന്ന് നിൽക്കാന്ന്? ആ അപ്പൊ ഞങ്ങളെന്ന് പറയുന്നില്ലേ, ഞങ്ങളിതപ്പ പോവേ മിക്സിയുടെ എടുത്തു കൊടുക്കേ. ചെറിയ ജാർ എടുത്തു കൊടുക്ക. ചെറിയ ജാറ് പോണേ. പിന്നെ ആകെ 2 ജാറേ ഉള്ളു. അതിന് മറ്റേ ജാറ് പറയാ. 3 ജാറുണ്ട്. അതൊന്നും അവിടെ അടപ്പൊന്നുമില്ല. അടപ്പൊക്കെ ഉണ്ട്. ഉണ്ടാ ഇഞ്ചിരേ ഈ കുറച്ച് അടുത്തേക്ക് നിന്നോ. അങ്ങനെ വിട്ടു തന്നിട്ടെങ്ങനെ? തണുപ്പ് ചൂട് കിട്ടണ്ടേ? പേരുടെ 4 പേർ അങ്ങോട്ട് നടക്കുക. അച്ചു അടുക്കളയ്ക്ക് വെക്കോ. ഒന്ന് അടുക്കളയിൽ ചിലപ്പോൾ അടുക്കളയ്ക്ക് തന്നെ വന്നിട്ടുണ്ടാവുന്ന. അല്ല വെള്ളം നിർത്തി 154 രൂപയല്ലേ? എന്ത് ചിക്കനാ? 154 അത്ര. അതെന്താ ചിലയിടത്ത് ഇങ്ങനെ കൂടുന്നത് 1-2 രൂപയൊക്കെ? അല്ലാണ്ട് വേറെ അവര് ലാഭം ചെയ്യാന്ന്. ഈ സാമാനം കൊണ്ടൊക്കെ അവിയലൊക്കെ ഉണ്ട്. പറഞ്ഞാൽ മതി. ഇനി 2 കൂടെ വേണ്ട. 2 കൂടെ അതെ.
അല്ലേ? അപ്പോഴേ ഞാൻ അപ്പോഴേ വരാട്ടോ, നിങ്ങൾ എടുക്ക് കുറച്ച് നേരം. ചില്ലിയാണ് കാത്തിരിക്കല്ലേ അച്ഛ? അത് പാവം അവിടെ ഇരുന്ന് അതിന്റെ പണി ചെയ്യല്ലേ. അല്ലേ പിന്നെ ഉരുളാൻ കഴിക്കാനല്ലേ മെമ്പറേ, ഇതെന്തിനാ? ചുക്കുവെള്ളം വെക്കണ്ടല്ലേ ചെറിയ കുറച്ചുകൂടി? ദാ കണ്ടോ എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട്? നോക്കി നോക്ക്. ഇതൊക്കെ നല്ല രാത്രി അവർ വന്ന് ചെയ്ത് പോയതാട്ടോ. നല്ല രസമല്ലേ? അപ്പോൾ നമ്മുടെ കല്യാണത്തിനും കൂടി നമ്മൾ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. നമ്മുടെ കല്യാണത്തിനല്ല, നമ്മുടെ വീട്ടിലെ ആരുടെ കല്യാണത്തിന് ചെയ്യാൻ പറ്റില്ലേ? ഇവിടുത്തെ കല്യാണത്തിന് 2 കല്യാണമായിരുന്നു ആ ഒരു ദിവസം. അല്ല, ഒരാളുടെ കല്യാണം പെങ്ങളുടെ കല്യാണം ഒരേ ദിവസമായിരുന്നു. അപ്പം അന്ന് ഇതിനൊന്നുള്ള സ്ഥലമില്ല. ഈ ഉള്ള സ്ഥലത്ത് വരുന്നവർ അങ്ങോട്ട് പോകുന്നവർ 2 കല്യാണത്തിൻ്റെ ആളുകൾ വരുമ്പോൾ വേഗം ഒരുപാട് ടേബിൾ കൂട്ടി വെച്ച് വേഗം തിരക്കൊഴിവാക്കാനുള്ള പരിപാടികൾ ചെയ്യാന്നല്ലാണ്ട് ഇങ്ങനെ ഇതിപ്പോൾ നമുക്കിപ്പോൾ അതുപോലെ തന്നെയാണ് ആവശ്യങ്ങൾ വെച്ചെങ്കിലും ഒന്നുകൂടെ ഭംഗിയാക്കി. ഇപ്പോൾ അതിനുള്ള സൗകര്യങ്ങളായി. പക്ഷേ അന്നൊന്നും ഇപ്പോൾ ഇങ്ങനെയുള്ള ഡെക്കറേഷൻ കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ എല്ലാവരും ചെയ്യണമായിരിക്കും. പക്ഷെ നമുക്കതൊക്കെ വലിയ കൗതുകമായിട്ടും സന്തോഷമായിട്ടൊക്കെ തോന്നുന്നു. നമ്മുടെ കാര്യങ്ങളാവുകൊണ്ടായിരിക്കും ചിലപ്പോൾ. അല്ല, നമ്മൾ ഇങ്ങനെ ഇല്ലാട്ടോ, അത് മൊത്തം നമ്മൾ കൊടുത്തിരിക്കുകയാണ്. ഭക്ഷണവും പന്തലും എല്ലാം നമ്മൾ കൊടുത്തിരിക്കുകയാണ്. നമ്മളൊരു ബഡ്ജറ്റ് പറഞ്ഞിട്ട്. പക്ഷെ നമ്മൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല അല്ലേ? എന്താ കുറഞ്ഞ ബഡ്ജറ്റിൽ ഇങ്ങനെയൊക്കെ നല്ല രീതിയിൽ അല്ലേ? അതാണ് അത് ഒന്നാമത് നമുക്ക് പരിചയമുള്ള ഒരാളാണ്. പിന്നെ നമുക്ക് ഇത് ചെയ്തെന്ന് നിസാറ് പറഞ്ഞു കഴിഞ്ഞാല് കിച്ചുവിന്റെ കൂട്ടുകാരന്റെ വാപ്പയാണ്. പിന്നെ നമ്മുടെ വീട്ടിലെല്ലാ കാര്യങ്ങളും ഇപ്പോൾ കല്യാണമാവട്ടെ, അതേപോലെ വീടിൻ്റെ വാർപ്പാവട്ടെ, വാർപ്പിൻ്റെ സമയത്തൊക്കെ നമ്മൾ ഫുഡ് ഉണ്ടാക്കണല്ലേ. പിന്നെ പെങ്ങളുടെ വീട്ടിൽ, എല്ലാവരുടെ വീട്ടിലും നിസാറാണ് കേട്ടോ. നിസാറാണ് ചെയ്യുക. അപ്പോൾ അതും കൊണ്ട് എന്താ നമുക്ക് പരിചയമുണ്ട്. പിന്നെ നമ്മുടെ കാര്യം ചെയ്ത് അല്ലെങ്കിൽ ഞാൻ ഈ സമയത്ത് അടുക്കളയിൽ കിടന്ന് വരകണല്ലോ. നാഫി കാറ്ററിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇവന്റ് മാനേജ്മെന്റ് കേട്ടോ, മാനേജ്മെന്റ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്താ ചെറിയ എങ്ങനെ പറയാ, ഇതേപോലെ നമ്മുടെ ഫംഗ്ഷനൊക്കെ ഉണ്ട് പറഞ്ഞു വെച്ചാൽ നമുക്കൊന്നും അറിയണ്ട കേട്ടോ. എനിക്കിന്ന് സത്യം പറയാ ചായ വെക്കണ്ട, ഉപ്മാവ് ഉണ്ടാക്കണ്ട, ഒരു കാര്യം ചെയ്യണ്ട. രാവിലെ നമ്മുടെ പുതിയ വീടിന്റെ പരിപാടികൾ നോക്കി ഇതാ കുളിച്ചത് അങ്ങനെ നിൽക്കുന്നത്. അതേപോലെ നമുക്ക് ഡ്രസ്സിൻ്റെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഡ്രസ്സ് നമുക്ക് ഇതേപോലെ തന്നെ ഏട്ടൻ്റെ ഒരു ഫ്രണ്ടാണ് ദാസേട്ടൻ, കൃഷ്ണദാസ്, മൂപ്പരാളാണ് അടിച്ചു തന്നത്. ഇതിൻ്റെ സൗണ്ട് വല്ലാത്ത സൗണ്ടാ. ഇതിൻ്റെ സൗണ്ടേ ഇതും കൊണ്ടോ ഞങ്ങളുടെയൊക്കെ പറഞ്ഞു. സൈലൻസറിലേക്ക് ഭയങ്കര സൗണ്ടാണല്ലോ. എന്താ ട്രെയിന് പോണ പോലെ ഉണ്ടല്ലേ അതിന്റെ സൗണ്ട്. ഒരടുപ്പില് ചോറ് വേവണ കേട്ടാ, ഒരടുപ്പില് ചോറ്. പിന്നെ അത് ചിക്കൻ ചില്ലി വറക്കണ്. എന്റർടൈൻമെന്റ് എന്തെങ്കിലും ഉണ്ടോ? നിസാറിന്റെ വക എന്റർടൈൻമെന്റ് എന്തെങ്കിലും ഉണ്ടോ? നിസാറിന്റെ വക എന്റർടൈൻമെന്റ് വല്ലതും ഉണ്ടോന്ന് സകലകലാ വല്ലവനാ. ഇത് പൂർത്തിയായിട്ട് നോക്കാന്ന്. അതന്നെയല്ലേ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കണത് അല്ലേ? നല്ല എന്റർടൈൻമെന്റ് അല്ലേ? ഇതൊന്നല്ല, സകലകലാവല്ലവനല്ലേ. അപ്പൊ എന്തെങ്കിലുമൊക്കെ വേണ്ട. പാട്ട് പാടണല്ലേ അല്ലേ നിസാറെ? പാട്ട് മൈക്കൊക്കെ സംഘടിപ്പിക്കാനാ പണി. നമുക്ക് കിട്ടുന്ന സൗണ്ടല്ലേ കിട്ടും. അതൊക്കെ കിട്ടാനുള്ള വഴിയുണ്ട്. നിങ്ങൾ വേണമെന്ന് പറഞ്ഞാ മതി.
നിങ്ങളിപ്പോൾ വേണം പറഞ്ഞപ്പോൾ കൊണ്ടുവന്ന് തരില്ല ഏട്ടാ. ഉപ്പൊക്കെ നോക്കിക്കോ ചിക്കനിൽ. ഞാൻ ഒരു ചിക്കൻ എടുക്കണോ? എടുത്തോളേ. വെറുതെ എടുത്ത് കഴിക്കാലോ ഉപ്പിൻ്റെ പേര് പറഞ്ഞിട്ട്. നല്ല കഷ്ണം കൊടുത്തപ്പോൾ എടുത്തില്ല. എനിക്ക് അങ്ങനത്തെ ഇഷ്ടം ഏട്ടാ. കമ്മിയാണ്, പത്ത് വിറകാണ്, അതുകൊണ്ടാണ് ആ ചിലപ്പോൾ എന്താ ഇങ്ങനെ ചോദിക്കും. അത്ര മതി, മെല്ലെ ആയാൽ മതി. നമുക്ക് 12 മണി 12:30 വരെ സമയം. ഇഷ്ടം പോലെ സമയമുണ്ട്. ഇന്ന് നമ്മൾ എന്താ പറയുക, കടായി ചിക്കൻ അല്ലേ ഉണ്ടാക്കണേ? ഇപ്പം എന്താ ഉണ്ടാക്കണേ? ഇത് ചില്ലി കേട്ടോ. ഇത് എന്നിട്ട് എന്താ കറി ഉണ്ടാക്കണത്? മസാല റോസ്റ്റ് അല്ലേ? എന്താന്നൊരു തീരുമാനമായിട്ടില്ലേ? സൂപ്പറായിട്ടുണ്ട്. നിസാർത്ത് ചോദിച്ചാ എന്താന്നുള്ളത്, പേരെന്താ അറിയണെങ്കിൽ. റോസ്റ്റ് മസാല അല്ലേ? ഇതോ ഗ്രേവിയോ? നല്ല ചാറാ? അല്ലല്ലോ, കൊഴുമ്പനായിട്ടല്ലേ? കടായി ചിക്കൻ അല്ലേ? അതുപോലെ സതിയേട്ട 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 അത് രാവിലേക്കുള്ള ഉപ്മാവ്. അവിയലൊക്കെ ആയില്ലേ? അവിയലൊക്കെ ആയില്ലേ നോക്കിയ മെമ്പറായിട്ട് കൊണ്ടുപോവാ പായസം. എന്താ പറയണം, മീന് പറയണ നൂറായോ ഹോയ്. ചിക്കൻ വറുക്കുമ്പോൾ ഈ കളർ വരണേ, ഇറച്ചിന് കളറുകൊണ്ട് വരും. നന്നായിട്ടുണ്ട്, അടിപൊളിയല്ലേ? അതെ. നമുക്ക് കളർ ചേർക്കുന്നില്ലേ? കളർ കിട്ടില്ല. നമ്മള് colour നമ്മളെന്താ പ്രശ്നം അറിയോ? കാശ്മീരി ചില്ലി ഒന്നും ഇല്ലേ? സാധാ മുളകുപൊടിയിൽ കളർ വരാത്തൊരു നമ്മുടെ ഉള്ള പരിപാടിയല്ലേ? ഉള്ളതുകൊണ്ട് മാത്രം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകിന്റെ പേസ്റ്റ് കൊടുക്കും. പിന്നെ കുറച്ച് തൈരില്ലേ, തൈരില്ല പറഞ്ഞാൽ കുറച്ച് സുർക്കി ഒഴിക്കും, കോഴിമുട്ടയും കൊടുക്കും. എന്നിട്ട് കുറച്ച് അരിപ്പൊടി ഇടും. തൈര് കുറച്ച് വെക്കില്ലേ? അരിപ്പൊടി കൊടുക്കും. നൂൽപ്പൊട്ടിന്റെ പൊടിയില്ലേ, അത് തരിപ്പല്ലേ? അതെ, അതൊന്നും ചെയ്യാറില്ല കേട്ടോ. വെറുതെ ഇല്ല അല്ലേ? അതാണ് നിങ്ങൾ ഉണ്ടാക്കണം ഞങ്ങൾ ഉണ്ടാക്കണം പറഞ്ഞില്ലേ ചെറിയ മാറ്റങ്ങള്. അവരവരുണ്ടാക്കി അവരവരെന്നെ പറയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷല്ലേ? ഞാൻ എന്തെങ്കിലും ചെയ്യാൻ കൂടുതലിട്ട് ഇനി എങ്ങനെ ഞാനൊക്കെ ഇന്നലെ എപ്പിക്കും മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ. പരിപാടിയൊക്കെ കഴിഞ്ഞു, സുവന്യ ക്ഷീണിച്ച് കഷ്ടപ്പെട്ട് നിൽക്കാണ്. എന്താ സുവന്യ തൊണ്ടേ കുടുങ്ങി? എക്കിട്ട് വരിക. അതെ, സാരില്ല. 2 ലക്ഷം ചിക്കൻ എടുത്താലും മിഴുങ്ങിയ മതി. അപ്പോൾ കഴിച്ചു തുടങ്ങി. അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വിളിച്ച് കൊണ്ടുപോകാനുള്ള പരിപാടിയാണ് കേട്ടോ. പപ്പുട്ടാ ഉണ്ടോ? കുട്ടി കഷ്ടത്തിലായിരിക്കാണ്. സൗണ്ട് പോയേ. പൂവോ എവിടെ? കുട്ടി എവിടെ? നാളെ ശരിയാക്കട്ട കൂട്. ഒന്നിൻ്റെ കുട്ടിക്കിന് കിടന്നു, പുറത്ത് കിടന്ന എല്ലാവരും കടിച്ചാലോ കേട്ടോ. കുഞ്ഞേ പൊന്നേ എന്താണ്? കുട്ടി പോവാണ്. ഓക്കെ, അപ്പോൾ പോവാണ്. കിടക്കാനുള്ള പരിപാടിയിലാണ് പൊന്നൂല്. പിന്നെ അച്ഛൻ ചാച്ചി എടുക്കാം കേട്ടോ. അച്ഛൻ ചാച്ചി എടുക്കാം കേട്ടോ. കുട്ടി പോയി ചാച്ചി കിടന്നു കേട്ടോ.
ഇപ്പോൾ പന്തലിൻ്റെ സാധനങ്ങളും ബാക്കി വന്ന സാധനങ്ങളും ബാക്കി വന്നല്ല അവർ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുപോകാണ്ട്. അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഫങ്ഷൻ്റെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ നാളെയോ മറ്റന്നാളായിട്ട് വരുന്ന വീഡിയോകളിലൊക്കെ കാണാം. ശബ്ദമൊക്കെ പോയി, ഒച്ചയും ബഹളവും സൗണ്ടും ശബ്ദവും വെയ്യ ഒന്നുമില്ലാതെ. അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഫങ്ഷൻ്റെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നാളെയോ മറ്റന്നാളൊക്കെ ആയിട്ട് വരാം. ഒന്ന് കിടക്കുക. ഇന്നലത്തെ ഞാനത്തെ ഓർക്കഷനുണ്ട്, ഒന്ന് ഉറങ്ങി എണീറ്റാൽ ശരിയാവും. അപ്പോൾ നാളെ കാണാം.